അവളെ ഓസിക്കൊണ്ട് നിനക്ക് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള യോഗവും നീ ഉണ്ടാക്കി. നിനക്ക് നാണം ഉണ്ടോടാ? ഇപ്പൊ നീ കുടിച്ചു തീർത്ത ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ തരാൻ പറഞ്ഞ നീ എന്തോ ചെയ്യും? അവൻ വേറെ എന്ത് ചെയ്യാൻ? ഇവൻ എന്തായാലും പിച്ച എടുക്കാൻ മടിയാണെന്ന് തോന്നുന്നു. മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും. ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗയോട് ഇവൻ കൈ നീട്ടി ഇരക്കും. പ്രയാഗയുടെ മറ്റൊരു കസിനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത്. അവൾ കളിയാക്കിക്കൊണ്ട് അർജുനെ നോക്കി ചിരിച്ചു. ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് രേണുകയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുമായിരുന്നു. എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വിലയേറിയ ആഭരണങ്ങളും ധരിച്ച് അവിടെ എത്തുമായിരുന്നു. അന്ന് ചടങ്ങ് ആരംഭിച്ച ഉടനെ രേണുക വേദിയിൽ കയറി സംസാരിച്ചു തുടങ്ങി. തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.